ജാനകല്ലേ? അതെ. ഈ സംഭവം നടക്കുന്ന സമയത്ത് താങ്കൾ എന്തായിരുന്നു ചെയ്യുന്നത്? സാറേ, ഞാൻ ഇതുവഴി അങ്ങോട്ട് കടന്നു പോവായിരുന്നേ. അപ്പോൾ ഒരു സംഭവം നടക്കുന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു? സാറേ, ഞാൻ ഇതുവഴി അങ്ങോട്ട് നടന്നു പോവായിരുന്നേ. അപ്പം ഒരാൾ ആ ഒരു പെണ്ണിനെ കൊണ്ട് ആ കാട്ടിലോട്ട് കയറി പോകുന്നു. അടുത്തുള്ളയാ. അന്നേരം ഇപ്പോൾ അങ്ങോട്ട് കയറി പോകുന്ന കണ്ടു. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പം അയാൾ മാത്രം തിരിച്ചു വരുന്നതും കണ്ടു. അത് പോവാ. ആരാന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് കയറി പോകുന്നത് കണ്ടു. ഈ പ്രതി അങ്ങോട്ട് പോണത് കണ്ടോ? ഈ ഭാഗത്തുണ്ടോ? അങ്ങോട്ട് പോകുന്നത് കണ്ടു, തിരിച്ചു പോകുന്നതും കണ്ടു. എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഈ സാവിത്രിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയോ? കട്ട് ചെയ്ത് അങ്ങോട്ട്. ആളെ കണ്ടാല് എങ്ങനെ ഇരിക്കും? അത് ഇച്ചിരി പൊക്കോ ഇച്ചിരി വണ്ണം ഒക്കെ ഉണ്ട്, ഇച്ചിരി വെളുത്തിട്ടുമാണ്. ഇനി എന്തിനും എങ്ങനെ? ജാനകല്ലേ? അതല്ലോ. സംഭവം നടക്കുന്ന സമയത്ത് ജാനക എവിടെയായിരുന്നു? ഇതുവരെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരാള് ഒരു പെണ്ണിനെ കൊണ്ട് ആ കാട്ടിലോട്ട് പോകുന്നത് കണ്ടത്. ഈ തീപ്പൊരി പപ്പനെ പറ്റി എന്താണ് പൊതുവെ അഭിപ്രായം? എനിക്ക് അയാളെ നേരിട്ട് അറിയത്തില്ല. ആണോ? സൗത്തിനെ കുറിച്ച് നാട്ടുകാർക്ക് എന്താണ് വല്ലോ എന്തെങ്കിലും നിങ്ങളോട് ഉണ്ടോ? ഇവര് തമ്മിൽ എന്താണ് സംഭവം എന്ന് വല്ലോ അറിയാമോ? അതെനിക്കറിയത്തില്ല. ഒരാളെ ഈ കൊലപാതകം നടക്കുന്നത് താങ്കൾക്ക് എന്ത് തോന്നി അത് കണ്ടിട്ട്? എനിക്കൊന്നും മനസ്സിലായില്ല. ആണോ? ഒന്ന് വെച്ചിട്ട് പോകും. ജാനകല്ലേ? അതെല്ലോ. ഈ സംഭവം നടക്കുന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു? ഞാൻ ഇതുവഴി കടന്നു പോവായിരുന്നേ. അപ്പോഴാണ് ഒരാള് ഒരു പെണ്ണിനെ കൊണ്ട് അങ്ങോട്ട് കയറി പോകുന്നത് കണ്ടത്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പുള്ളി മാത്രം തന്നെ വന്നു. ഞാൻ എന്തായാലും സാവിത്രിയുടെ കൊലപാതകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ എനിക്ക് അറിയിക്കണം. കാരണം ഈ റോഡിയാണ് പപ്പൻ പോയതെന്നാണ് നാട്ടിൽ മൊത്തം പറഞ്ഞത്. അപ്പോൾ താങ്കൾ കണ്ടിരുന്നോ പോയത്? പപ്പൻ പോകുന്നത് കണ്ടു, എങ്ങോട്ടാണെന്നൊന്നും കണ്ടില്ല. അങ്ങോട്ട് പോകുന്നു കണ്ടു. എന്ത് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ അറിയിക്കാം. ഓക്കെ. ജാനകല്ലേ? അതെ. ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് താങ്കൾ എവിടെയായിരുന്നു? ഞാൻ ഇതുവഴി കടന്നു പോവുകയായിരുന്നേ. അപ്പോൾ ഒരാൾ അങ്ങോട്ട് ഒരു പെണ്ണിനെ കൊണ്ട് പോകുന്നത് കണ്ടത്. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പുള്ളി മാത്രം അങ്ങോട്ട് പോയി. ബാക്കിയായിരുന്നു. ഈ പപ്പൻ അങ്ങോട്ട് പോകുന്നത് കണ്ടിരുന്നു? അങ്ങോട്ട് പോകുന്നത് കണ്ടു. 2 പേര് പെണ്ണിനെ കൊണ്ട് പോകുന്നത് കണ്ടു. തിരിച്ചു വരുമ്പോൾ ആ പുള്ളി മാത്രം ഉള്ളായിരുന്നു. ഇനി പപ്പനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. അറിയാലോ, കേസ് അന്വേഷണത്തിന്റെ പൊരുളുடன் അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ ഉടൻ തന്നെ പിടിക്കണം. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ നാട്ടുകാരുടെ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരി സാറേ. ടോണി എന്തായി? യെസ് മാഡം, പറയ്. ടോണി യെസ് മാഡം, എന്തായി? പ്രതിയല്ല ഇത് നാട്ടുകാരെ കുറ്റം. എന്തായി ടോണി? നാട്ടുകാരെ ചോദ്യം ചെയ്തു. ടോണി, എന്റെ പ്രത്യേക ശുപാർശയിലാണ് തന്നെ നിയമിച്ചത്. ചേപ്പാണ്ട ഒരു പ്രാവശ്യം ടോണി എന്തായി? നാട്ടുകാരെ ചോദ്യം ചെയ്തിരിക്കണം. വല്ല തുമ്പും കിട്ടിയോ? പുള്ളിക്കാരി കണ്ടിട്ടില്ലെന്നാ പറയണം. പോയെന്ന് അങ്ങോട്ടൊക്കെ പോയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കണ്ടിട്ടില്ലെന്ന് പറയണം. എത്ര പേര് ചോദ്യം ചെയ്തു? ഇപ്പോ 5 പേരെ ചോദ്യം ചെയ്തു. ഇപ്പൊ ഒരാളെ കുട്ടി. എന്താണ് മാഡത്തിന് ചോദിക്കണേ ചോദിക്കാം. ഇതുവരെയുള്ള റിപ്പോർട്ട് എവിടെ? റിപ്പോർട്ട് ഞാൻ വൈകുന്നേരം തരാം, വാട്സാപ്പ് ചെയ്യാം. നിനക്കറിയില്ല ടോണി, എനിക്ക് മുകളിൽ നിന്ന് ഒരുപാട് പ്രഷറുണ്ട്. മീഡിയക്കാരുടെ സൈഡ് അറിയാലോ. ഒരു കൊലപാതകം നടന്ന എന്തൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതെന്ന്. വിത്തിൻ 24 hours. ടോണി, നമുക്ക് മുന്നിൽ ഇനി സമയമില്ല. ആകെ 14 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ കണ്ടെത്തണം ആരാണ് യഥാർത്ഥ പ്രതിന്ന്. അല്ലെങ്കിൽ അറിയാലോ, മീഡിയാസ് പല രീതിയിലാണ് ഇത് വളച്ചൊടിക്കുന്നത്. എന്റെ പ്രത്യേക ശുപാർശയിലാണ് നിനക്ക് ഈ പോസ്റ്റ് തന്നത്. ഈ സാവിത്രിയുടെ കൊലപാതകയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം മാഡം. കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. ഇവളുമാരൊക്കെ ശ്രദ്ധിക്കണം, നന്നായി ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ നിന്റെ തൊപ്പിയായിരിക്കും തെറിക്കുക. ഞാൻ ചോദിക്കുന്നുണ്ട്, ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. മാഡത്തിന് ചോദിക്കാം. ഇത്ര കൃത്യമായി ഈ സംഭവം കാണാൻ എന്താണ് കാരണം?
അത് സാറേ ഞാൻ രാവിലെ ഇതുവഴി കടന്നു പോയപ്പോൾ കണ്ടെന്നേ. എന്നും ഇതുവഴി പോകാറുണ്ടോ? ഇന്നും രാവിലെ കടയിൽ പോകുന്നത്. പറഞ്ഞ കാര്യങ്ങളിൽ സത്യസന്ധമാണോ? അതെ സാറേ. ആരുടെയെങ്കിലും പ്രേരണ മൂലമാണോ ഇത് പറയുന്നത്? അല്ല സാറേ, ഞാൻ കണ്ടതാ. ഇതൊരു കൊലപാതകമാണ്, നിങ്ങൾക്കതറിയാലോ. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഒന്നുമില്ല, ആദ്യമായിട്ടാ പോലീസ്. ഇതിനു മുന്നേ പോലീസിനെ കണ്ടിട്ടില്ലേ? ആദ്യമായിട്ടാണോ പോലീസിനെ കാണുന്നത്? സാറേ, ആദ്യമായിട്ടാ പോലീസിനെ കാണുന്നത്. ഇതിനു മുമ്പ് പോലീസ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കണ്ടില്ലായിരുന്നു. എത്ര കാലമായി നിങ്ങൾ ഇവിടെ താമസം? 3 വർഷമായി സാറേ. എന്തിനാണ് നീ വിയർക്കുന്നത്? നിന്റെ കണ്ണുകളിൽ ഭയമുണ്ടല്ലോ. ഇതിനു മുമ്പ് പോലീസ് പല തവണ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടില്ലായിരുന്നു. എന്തിനാണ് കള്ളം പറഞ്ഞത്? ഞാൻ കണ്ടില്ലായിരുന്നു, ഇന്നാ കണ്ടത്. ആര് പറഞ്ഞു? ഇന്ന് ഞാൻ വരുമ്പോഴാണ് പോലീസിനെ. ഇതിനു മുമ്പിൽ ഇവിടെ ഒരു സംഭവം നടന്നപ്പോൾ നിങ്ങളുണ്ടല്ലോ ടിവിയിൽ പോലീസിന്റെ കൂടെ. ഇല്ല സാറേ, ഞാൻ കണ്ടില്ലായിരുന്നു. കള്ളം പറയരുത്. ഇല്ല സാറേ. ടോണി, ഇവിടെ വിശദമായി ചോദ്യം ചെയ്യണം. ശരി സാറേ. ഇവളുടെ കണ്ണുകളിലുണ്ട് കള്ളത്തരം. സത്യം പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിന്നെ മാപ്പ് സാക്ഷിയാക്കാം. ഇല്ലായിരുന്നു സാറേ, ഞാൻ കണ്ടില്ല. ഒന്നും കണ്ടില്ല. ആക്ഷൻ. സാവിത്രി, ഞാൻ ഇവിടെ നമ്മുടെ പഴയ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാ വാ, പെട്ടെന്ന് വാ. ആ പപ്പേട്ടാ, ഉണ്ടാ ഞാൻ വരുന്നത്. പപ്പേട്ടാ, നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. അതെ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എൻ്റെ പെണ്ണാ. വാ, അങ്ങോട്ട് പോവാ. നമുക്ക് ഇവിടെ ഇരുന്നാൽ എത്ര നാളായി കണ്ടിട്ട്? കുറെ നാളായിട്ട് കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കെ. പറയൂ. എനിക്കൊരു ചുടു ചുംബനം തരൂ. കെട്ടിപ്പിടിക്ക്. കവളിൽ കൊടുത്തോ, കവളിൽ കൊടുത്തോ. ഓക്കെ. കുറെ നാളായി കണ്ടിട്ട്. ആദ്യം വികാരം പരിതരാകാൻ പറഞ്ഞു. കൊല്ലാൻ നിൽക്കുമ്പോഴല്ലേ ചിരി മാറ്റേണ്ടത്. എന്താണ് കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു? അതെ, കല്യാണം. കല്യാണമായി. ആണോ? എന്നെ ചതിച്ചിട്ട് നീ വേറെ കല്യാണം കഴിക്കോ? കഴിക്കോടി. നോക്കി ചത്തോന്ന്. അയ്യോ, ശ്വാസം മുട്ടുന്നേ. ആക്ഷൻ. നടന്നോ. കാട്ടിലേക്ക് ഇറക്കി. കൊണ്ടോക്കോ, കൊണ്ടോക്കോ.
ചേട്ടാ കട്ടിച്ച് കണ്ണ് ഇടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട്.